ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറി വെച്ചാലോ? തട്ടിക്കുട്ടി ബീഫ് കറി എന്ന് പറയാം, പക്ഷെ പൊളി സാധനം കേട്ടാ. സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കുക. ബീഫ് വലിയ പീസൊക്കെ ഇട്ട് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അനീത്തി വെച്ചെന്നുണ്ട്. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് കുക്കറിൽ വിസിലടിച്ചെടുപ്പിക്കണം. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ മിറ്റത്ത് അടുപ്പമ്മളാട്ടാ ചെയ്യുക. ജയമ ഓടിപ്പോയി തീയൊക്കെ കത്തിച്ചെന്നുണ്ട്. ഉരുളടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പത്തേനും ഇഞ്ചി വെളുത്തുള്ളി കരിഞ്ഞു തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ സവാള വാരിയിട്ട് നന്നായി ഇളക്കിയിട്ടും തീ നന്നായി ആളിക്കത്തണ കാരണം ഇഞ്ചി വെളുത്തുള്ളി അടി പിടിക്കാനാണ്. ഞാൻ ജയമേനെ വിളിച്ച് വേഗം തന്നെ തീ കുറച്ച് തരാൻ പറഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളിയും നന്നായി മിക്സ് ചെയ്ത് സവോളയായിട്ട് നന്നായി യോജിപ്പിച്ചു. സവോളയിലുള്ള ആ വെറ്റ് ഇഞ്ചി വെളുത്തുള്ളിയിൽ ആ ഇടി പിടിച്ചലേക്ക് ആകുമ്പോഴത്തേനും സവോളമേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒട്ടിപ്പിടിച്ചോളും. പെട്ടെന്ന് തന്നെ ഞാൻ വേപ്പിലേക്ക് ഇട്ട് നന്നായി വഴറ്റാൻ വെച്ചു. നന്നായി വഴണ്ട് വന്നതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടു. ഉപ്പിടാൻ കുഞ്ഞു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ ഞാൻ ഉപ്പിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ബാക്കിൽ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. മുളക് പൊടി ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈഡിൽ നിൽക്കണമായിരുന്നു. അപ്പോഴേക്കും ക്ഷമയില്ലാണ്ട് ആൾ ഓടി എത്തിയിട്ട് ഉപ്പും വാരിയിട്ട് കയ്യിൽ ഉപ്പും വാരിയിട്ടാണ് ആൾ ഓടിയെത്തിയത്. ഉപ്പ് വാരി അതിലേക്ക് ഇട്ടിട്ട് ചൂട്ടത്ത് നിന്നപ്പോൾ അച്ഛൻ നിന്ന് ചീത്ത കിട്ടും. അല്ലെങ്കിലേ ഇനി ഒന്നും കൂടി പനി കൂടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കണേന്ന് ചോദിച്ച് ചീത്ത കേട്ടപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് തീ നന്നായി കത്തിക്കണം, കാരണം ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് വറ്റി പോകാനായിട്ട് നന്നായി തീ കത്തിക്കണം. അപ്പോൾ ഞാൻ വിറകെടുക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും പോയൊരു കുഞ്ഞ് വിറകെടുത്തിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്നിട്ട് 2-3 വിറക് പട്ടക്കൊടിയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ആൾ പിന്നാലെ വന്നു തുടങ്ങി. വിറകെടുത്ത് വെച്ച് നമ്മൾ ഊതൊന്നും വേണ്ട, കാരണം അടിയിൽ തീയുള്ള കാരണം വേഗം കത്തിപ്പിടിച്ചോളും. അപ്പോഴേക്കും ഞാൻ ഒന്നും കൂടി ഇളക്കി നോക്കിയിട്ട് കുക്കർ എടുത്തുകൊണ്ട് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ നോക്കിയപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബീഫ് നന്നായി വെന്തുണ്ടായിരുന്നു കേട്ടോ. ചട്ടിയിലേക്ക് ബീഫ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്തും മല്ലിയിലയും ഇട്ടു. നന്നായി സ്പെഷ്യലാക്കിയിട്ട് വെക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. കാരണം തേങ്ങയ്ക്ക് നല്ല വിലയാണെങ്കിലും തേങ്ങാക്കൊത്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട. വൈകുന്നേരം ബിരിയാണി വെക്കേണ്ട. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഗ്രേവി ആയിട്ടുള്ള ബീഫ് വേണമായിരുന്നു. അതിന് കുറച്ചെടുത്ത് മാറ്റി വെക്കേണ്ടത്. ബാക്കി പോർഷൻ നമ്മൾ അവിടെ തന്നെ അടുപ്പിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക ചെയ്തത്. എനിക്കുള്ള ബീഫ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ബീഫിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാ തേങ്ങാക്കൊത്ത് ഇട്ട് വെച്ചത്, ബിരിയാണിയുടെ ഒപ്പം തേങ്ങാക്കൊത്തിട്ട് കഴിക്കും. ഞങ്ങൾ അങ്ങനെ വെച്ച് ബീഫ് ബിരിയാണി എന്നുള്ള രീതിയിൽ വെച്ചതൊന്നുമല്ല. ബീഫ് വാങ്ങി വെച്ച കാരണം വൈകുന്നേരം ബിരിയാണി വെച്ചു. കാരണം കുഞ്ഞുവിന് ബിരിയാണി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം വെച്ചത് ബിരിയാണി. കുഞ്ഞുവിന് നോൺ വെജ് ഫുഡുകൾ വളരെയധികം ഇഷ്ടമുള്ള കാരണം വെച്ചതാണ്. പിന്നെ വേറൊരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അച്ഛന് നന്നായി ഫുഡ് വെക്കണ ഒരാളാണ്. നല്ല ടേസ്റ്റിൽ നല്ല നോൺ വെജൊക്കെ നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ്. അത് തന്നെ ബിരിയാണിയൊക്കെ ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെക്കണത് അച്ഛനത്രയ്ക്ക് പിടിക്കാറില്ല. എപ്പോഴും കുറ്റം പറയും, അത് ശരിയായില്ല, ഇതില്ല മറ്റേതില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയും. ഇന്നിപ്പോൾ അച്ഛൻ ബീഫ് ടേസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് എങ്ങനെയായിരുന്നു? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കിയെന്നാണ് അച്ഛൻ്റെ പറച്ചിൽ. പക്ഷേ ഇതേ തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കിയാലും ഇതേ ഡയലോഗിനുണ്ട്. മൊത്തം ഉഡായിപ്പാണ് ഗൈസ്. ഇവിടെ ബിരിയാണി ചോറും ബീഫ് കറിയും പിന്നെ സലാഡും പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടായി. എൻ്റെ കെട്ടിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും. പിന്നെ അതിനെക്കുറിച്ച് വലിയ വാചകടിയൊന്നും ഉണ്ടാവില്ല. ഇനി ഫുഡ് കഴിക്കാണ്ട് എനിക്ക് പോകും. പക്ഷെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞുവിന് പിന്നെ നോൺ വെജ് ആയാൽ മതി. അവൻ പറയുന്നുണ്ട് ചോറ് ബീഫ് എടുത്തിട്ട് ഇങ്ങനെയാണ് അമ്മ കഴിക്കുക, സൂപ്പറാണെന്ന്. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി.